ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഓണം സ്പെഷ്യലായിട്ട് ചെറുപയർ പരിപ്പ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ ഒന്ന് വറക്കുകയാണ്. നമ്മൾ ഈ ഒരു രീതിയിലാണ് എപ്പോഴും ഇവിടെ പരിപ്പ് കറി വെക്കാറുള്ളത്. എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. ആറിയതിന് ശേഷം നമ്മളിതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സിയിൽ ജാറിലിട്ട് പൊടിക്കുമ്പോൾ ഒത്തിരി പൊടിഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഈ ഒരു രീതിയിലാണ് അമ്മിക്കല്ല് വെച്ചൊന്ന് പൊട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതൊന്ന് പാറ്റി അതിലെ തോലൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകുകയാണ്. കഴുകി നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് ഒന്ന് അടുപ്പിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വരുമ്പോഴത്തേന് വെന്ത് കിട്ടും നല്ലപോലെ. ഇനി ഇത് അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ, 3 പച്ചമുളക്, കുറച്ച് ജീരകം, ചുമന്നുള്ളി ഇത് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ പരിപ്പൊക്കെ നല്ലതായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതിൽ ചട്ടിയിലേക്ക് മാറ്റുകയാണ്. ഇനി നമ്മുടെ തേങ്ങ അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി തിള വരുമ്പോൾ നമ്മളിതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. കറിവേപ്പില ഇട്ട് ഇളക്കിയ നല്ല സദ്യയിലെ പരിപ്പ് കറി റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണും വരെ ബൈ.